കേശടാ. ഓ കേശടാ. എന്തടി? ഞാൻ പറഞ്ഞാലും ചേട്ടന് ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്. ചേട്ടൻ എന്റെ കൂടെ തന്നെ നിക്കണേ. കൂടെ നിന്ന് പോരെ. അതല്ല ചേട്ടാ. പിന്നെ എന്തുവാ ചേട്ടാ, എനിക്ക് ഈ പ്രാവശ്യം ഫസ്റ്റ് അടിക്കണം. ഫസ്റ്റ് അടിക്കാം. കഴിഞ്ഞ 2 വർഷമായിട്ടില്ലേ സ്കൂളില് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് ബെറ്റിയാ ഫസ്റ്റ് അടിച്ചോണ്ടിരുന്നത്. അവർക്ക് എല്ലാ മത്സരത്തിലും എന്നെ തോപ്പിക്കണം. എന്തൊരു അഹങ്കാരമൊക്കെ. അല്ല, നിന്നെ മത്സരത്തിൽ തോപ്പിക്കണമെങ്കിൽ നീ ഫസ്റ്റ് ആ മത്സരത്തിൽ വേണ്ടേ? നീ അതിന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ 2 വർഷമായിട്ട് ഇല്ലല്ലോടി. അതല്ല ചേട്ടാ. പിന്നെ ചേട്ടാ, ഞാൻ വേറെ ചില മത്സരത്തിനൊക്കെ ഞാൻ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഓ തവള ചേട്ടൻ ബിസ്ക്കറ്റ് അടി അതിനൊക്കെ വേറെ മത്സരങ്ങൾ അതിലൊക്കെ ഞങ്ങൾ ഏറ്റുമുട്ടാറുണ്ട്. അവള് ഫാൻസി ഡ്രസ് മത്സരത്തിനെ കിഡിലായിട്ടാ ചെയ്യുന്നത്. അതുകൊണ്ടാ ഞാൻ 2 വർഷം ഇറങ്ങാതിരുന്നത്. ഈ വർഷം എനിക്ക് അവളുടെ കൂടെ മത്സരിക്കണം, അവളെ തോപ്പിക്കുകയും ചെയ്യണം. നമുക്ക് മത്സരിക്കുകയും ചെയ്യാം, തോപ്പിക്കുകയും ചെയ്യാം. പ്രശ്നം കഴിഞ്ഞില്ലേ? മഴ പോയി, വീട്ടിൽ എത്തണ്ടേ അടി എനക്ക്. ചേട്ടാ, ഞാൻ പേര് കൊടുത്ത കാര്യേ അവൾ ആദ്യം അറിഞ്ഞില്ല. പിന്നെ അവൾ അറിഞ്ഞു. മൊത്തം എത്ര പേരുണ്ട്? 9 പേര്. ബാക്കിയെല്ലാം അയച്ചളാ. 9 പേര് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പങ്കെടുക്കാറുണ്ട്. മറ്റേ അവളും അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇത് ബെറ്റിയാ. ഓക്കെ, നിനക്ക് അവളെ പൊട്ടിച്ചിട്ട് ഫസ്റ്റ് അടിക്കണം, അത്രല്ലേ ഉള്ളൂ. സെറ്റാക്കാം. ഇനിയൊന്നും പറയില്ല, നേരെ വീട്ടിലോട്ട്. ചേട്ടാ, ഏത് വേഷം കെട്ടും? ഏത് വേഷമാണെങ്കിലും വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം മക്കളെ. അമ്മിക്കല്ലേ ചേട്ടാ, പരിപാടി കളറാക്കണേ. കളറാക്കാടി, കളറാക്ക. എന്റെ പൊന്നോ, ഇവിടെ കളറ്. എന്ത് കളറാക്കണ കാര്യമാണ് രണ്ടുപേരും കൂടെ സംസാരിക്കണം? അവളീ പരിപാടി അണ്ണെ കുത്തി കൊള്ളു. എവളെ ഈ പരിപാടി കളറാക്കണ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. പരിപാടി എവള് ഒരു വാശിപ്പുറത്ത് എവളുടെ ഫ്രണ്ടിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്നു. അപ്പൊ പരാജയം ഉറപ്പായി. ചേച്ചി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, നിന്നെ കൂടെ മത്സരിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അവരുടെ പരാജയം ഉറപ്പായിന്ന്. അങ്ങനെ ഒന്നും കൂടെ പറയാമോ? കേൾക്കുമ്പോ തന്നെ എന്താ സുഖം. പിന്നെ രണ്ടുപേരും കൂടെ സംസാരിച്ചിരിക്കേ. ചേച്ചി അടുക്കളയിൽ പണിയുണ്ട്, പോട്ടെ. കേട്ടിട്ട് പോ, കൊറേ ഉണ്ട്. പറ, എന്തോന്ന് കേക്കാൻ? കഴിഞ്ഞ 2 വർഷമായിട്ട് ബെറ്റിക്ക് തന്നെയായിരുന്നു ഫസ്റ്റ്, പിന്നെ സെക്കൻഡ് അശ്വതയ്ക്കും. അവൾ ഈ പ്രാവശ്യം കേറ്റി പിടിക്കുന്നുണ്ട്. അവരുടെ കൂടെ സഹായിക്കാൻ ആൾക്കാരുണ്ട്. എന്റെ കൂടെ അതല്ലേ ഇല്ലാത്തത്. എന്താ പറ അങ്ങനെ ഒന്നല്ലെങ്കിൽ നമ്മുടെ വീടെന്ന് പറഞ്ഞ കലാകാരന്മാരുടെ സമ്മേളനല്ലേ? എവിടെയുടെ കലാകാരന്മാര്? എനിക്കിട്ട് തന്നെ വെക്കണേ കേട്ടാ. നല്ല മോള്, നീ നല്ല മോള്. ഇതല്ലേ സ്വഭാവം, പിന്നെ എങ്ങനെ? കറക്റ്റ്. ആദ്യം നിന്റെ ഈ നാക്കുണ്ടല്ലോ, ഈ നാക്ക് നന്നാവണം, എന്നാലേ നീ നന്നാവുള്ളൂ. ഉരുപ്പ് പറഞ്ഞു കഴിഞ്ഞാ? എന്നാ പിന്നെ ഞാൻ പോട്ടെ. ചേച്ചി എന്തടാ? നിങ്ങൾ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഫസ്റ്റ് പ്രൈസ് കിട്ടും. എന്റെ കൊച്ചെ, ഞങ്ങള് നിന്റെ കൂടെ നിക്കും, പക്ഷെ നീ ഞങ്ങളുടെ കൂടെ നിക്കാറില്ലല്ലോ. എന്റെ അമ്മോ. എന്തോന്നു അമ്മോന്ന്? ഒന്നുമില്ലേ. അത് ഞാൻ ഒരു കാര്യം പറയാം, നിനക്ക് വരയ്ക്കാൻ നല്ല കഴിവുണ്ട്. ആ ഏരിയയിൽ എങ്ങാനും പിടിച്ചാ പോരെ? ആ ഏരിയയില് പറ്റിയില്ല. ഇപ്പം ബെറ്റിയെ തോപ്പിക്കണം, അതാണ് പ്രശ്നം. കൊച്ചെ, ഈ മത്സരിച്ച് തോക്കുന്നേക്കാൾ നല്ലതേ അറിയാവുന്ന ജോലി ചെയ്ത് ജീവിക്കണതാണ്. അങ്ങനെ ഒരു ടോക്ക്? നമ്മള് പാറമട വീട്ടുകാരെ ഇന്നേ വരെ ഒരു മത്സരത്തിലും തോറ്റിട്ടില്ല. അയ്യോ, പരാജയങ്ങളുടെ കോശാത്തടത്ത് നീയാണ് ഈ പറയണേ. അതൊന്നും മത്സരമല്ലായിരുന്നു. എനിക്ക് അടുക്കള ഇഷ്ടം പോലെ പണിയുണ്ട്, ഞാൻ അവിടെ കാണും. മക്കള് സംസാരിക്കും കേട്ടോ. അല്ല, ഇതിനൊരു തീരുമാനം. ചേട്ടാ, ചേട്ടനെങ്കിലും എന്റെ കൂടെ നിക്കോ? മക്കളെ, ഞാൻ നിന്റെ കൂടെ നിക്കാം. പക്ഷെ ഞാൻ മാത്രം നിന്റെ കൂടെ നിന്നോണ്ടായില്ല. ലച്ചേച്ചിയും കൂടെ നിന്നാലേ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കതെല്ലാം ചെയ്യാം.
என்ன பாரு இது இங்க வந்து படுத்துட்டு இருக்க? சாதாரணமா டியூஷன் முடிச்சு வந்துனா பசிக்குதே சொல்லி கிச்சன்ல வருவ. உனக்கு பால் மிச்சர் எல்லாம் எடுத்து வச்சிருக்கேன். என்னாச்சு? உடம்பு முடியலையா? ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് കുറച്ചു നേരം കിടക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാ ആന്റി സമ്മതിക്കത്തില്ലേ? പോണ ദൈവം കുറുക്കേ വന്നതയ്യോ. ലച്ചാച്ചേ! വിളിച്ചു കൂവണ്ട. ഓടി വാ, കാറ്റ്. കിടന്ന് വിളിച്ചു പോണ് കൊള്ളാലേ. കിരീടം അവളുടെ തലേ കേറുമായിരിക്കുമല്ലോ അല്ലേ? ഇല്ലെങ്കിൽ ഫിറ്റ് ചെയ്ത് വെക്കാം. സാരി, മാല, വള, കമ്മൽ, അങ്ങനത്തെ സാധനങ്ങള്. എടാ ഓ, ഇതൊക്കെ കഴുകിയതൊക്കെ തന്നെയാണോ? പിന്നെ ഫ്രഷ് സാധനം പ്രത്യേകം പറഞ്ഞെടുപ്പിച്ചല്ലേ. പിന്നെ ഒരു തുണി. പാവാട അത്. ഓക്കെ, അത് ഇരിക്കട്ടെ. ഇത്ര തന്നെ. അവളോടെ പറഞ്ഞല്ലോ അവളവിടെ. ഓടാ, അത് വലുതായിപ്പോ. അത് കുഴപ്പമില്ല, വാടക കൊടുക്കണ കാര്യം. ഹായ്, നല്ല രസമുണ്ടല്ലോ. ഓർണമെന്റ്സ്. എന്തോ പറഞ്ഞത്? ഓർണമെന്റ്സ്, സാരി എല്ലാം ഉണ്ടല്ലോ. നല്ല രസമുണ്ട്. രസം ഇങ്ങനെയൊക്കെ പിടിച്ചോണ്ട് ഇരുന്നോ. റെഡി ആവണ്ടേ, പോവണ്ടേ? ചേച്ചി 2-3 മണിക്കൂറല്ലേ ചേച്ചി? ഓ ശരിയാണല്ലോ, 2-3 മണിക്കൂർ ഉണ്ടല്ലോ. 4 മണിക്കല്ലേ പരിപാടി? ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു 3:55 ആകുമ്പോ റെഡി ആവാം. എന്തേ ചേച്ചി എന്നെ കളിയാക്കല്ലേ? എടി കൊച്ച കുറെ സമയം പിടിക്കും ഇതൊക്കെ ഒരുങ്ങി പറഞ്ഞ. ഏതാണ് പറയണത്? അത് തന്നെ. ஐயோ, ரொம்ப அழகா இருக்குல்ல இந்த சாரி, கிரீடம், ஆர்னமெண்ட்ஸ். பாரு, இந்த சேலை எல்லாம் உடுத்துன்னு வச்சுக்கோ, உன்னை பார்க்க ரொம்ப அழகா இருப்ப. கரெக்டா தேவி மாதிரி தெரியுவ. വിളിച്ചോണ്ടിരുന്നോ, റെഡി ആവണ്ട കേട്ടോ. லிச்சு, இந்த சாரி நான் அவளுக்கு கட்டி விடுறதா? ഓ, വലിയ ഉപകാരം. ചേച്ചി തന്നെ അല്ലേ? എന്തേ ഇതിന്റെയൊക്കെ വാടക കൊടുക്കണ്ടേ? അത് ചേച്ചി തന്നെ കൊടുത്തോളും. ഇതുകൊണ്ടൊരു കുത്തൊന്നും ഉണ്ടല്ലോ. പൈസയുടെ കാര്യമൊക്കെ അമ്മുമ്മയായിട്ട് ഡീൽ ചെയ്താൽ മതി. ചേച്ചി തന്നെ ഡീൽ ചെയ്യൂ. കേശുവേ, വെളച്ചിലെടുക്കല്ലേ. ஐயோ சாரி, இப்பவே போய் ரெடி ஆவறேன். അയ്യോ, ഞാൻ ആന്റിന്റെ അടുത്തല്ല റെഡി ആവാൻ പറഞ്ഞേ. ഞാൻ ഇവളെ റെഡി ആക്കിയാനാണ് നീ ഉദ്ദേശിച്ചത്. ഓ, റെഡി ആവും, പോ. வா வா, இதெல்லாம் எடுக்கலாமா? வா எடு. பாத்து பாத்து பத்திரம். இந்த கிரீடம் அப்புறம் வச்சுக்கலாமா இல்ல இப்ப எடுத்துட்டு போனா? കൊണ്ട് പൊക്കോ. എല്ലാം കൊണ്ടുപോ. അതും കൂടെ കൊണ്ടു. ഇത് ഇവിടെ വെച്ചോ. ചേച്ചി, ഞാൻ ഇവിടെ ടീച്ചറിനെ വിളിച്ചായിരുന്നു. കുറച്ച് ഡേറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. പരിപാടി 4 മണിക്കാണല്ലോ. 3 മണിക്ക് നമ്മൾ അവിടെ ചെന്നാൽ വേണമെങ്കിൽ അവിടുന്ന് റെഡിയാവാം എന്ന് പുള്ളിക്കാരി പറഞ്ഞു. പിന്നെ 24 സെപ്റ്റംബർ പി അല്ലേ, അതുകൊണ്ട് ലാസ്റ്റിൽ കൊണ്ടുവിട്ടവന്മാര് ഒരു 6 മണിയെങ്കിലും ആവും കുറഞ്ഞത്. കാരണം ഇടയ്ക്ക് വെച്ച് പ്രസംഗം, മറ്റേത് മറിച്ചത്, കുറേ പരിപാടി ഉണ്ടല്ലോ, നീണ്ടങ്ങ് പോവും. കുറച്ച് ലേറ്റായ വിഷയമൊന്നുമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് റെഡി ആയിട്ട് ഒരു കാർ വിളിക്കുന്നു, കാറിൽ കയറ്റുന്നു, പാറുവിനെ കറക്റ്റ് അവിടെ കൊണ്ടുപോയി ഇറക്കുന്നു. പൊളിക്കും. കാറിന്റെ കാശ് ആര് കൊടുക്കും? ചേച്ചി കൊടുക്കും. ചേച്ചി കൊടുക്കൂന്നാ? പിന്നല്ലാതെ. അല്ല, ഇപ്പൊ നമ്മള് കാറിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചോ. ഓക്കെ, സ്കൂളിലേക്ക് എന്തായാലും ചെല്ലുമ്പോ ഇറങ്ങുമല്ലോ. ഇറങ്ങുമ്പോ പിള്ളേരൊക്കെ കാണുമല്ലോ. കാണൂല, പിള്ളേരൊക്കെ സ്റ്റേജിന്റെ ഇവിടെ ഇരിക്കുന്നു, പിന്നെ അങ്ങനെ കാണും. നമ്മള് ഇപ്പൊ അഥവാ പിള്ളേർ കണ്ടെന്ന് ഇരിക്കട്ടെ, ഇത് എടുക്കുന്നു, പുതയ്ക്കുന്നു, കൊണ്ടുപോകുന്നു, എന്ത് പറയുന്നു? അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് എടുക്കാം. നമുക്കപ്പൊ നോക്കാം. ആദ്യം റെഡി ആയിട്ട് വരട്ടെ. അതെ, ഇതെപ്പോഴാ വന്ന്? ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. നിങ്ങൾ വർത്താനം പറഞ്ഞ കേട്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ദുർഗാദേവി ആവുമ്പോഴേ വാഹനം സിംഹം, ശംഖ, ചക്രം, ഗദ, പത്മം, വാള്. ഇനിയിപ്പൊ ഞാൻ സിംഹത്തിനെയും കൂടെ ഒപ്പിച്ചോണ്ട് വരാം. ഈ ഒരു ശൂലം അതും മതി പ്രോപ്പർട്ടി ആയിട്ട്. ഒന്നാമതേ കാശ് കൊടുക്കണം അമ്മൂമ്മ. അതെ. എന്തോന്നാ? ഒന്നുമില്ല. സമയത്തിന് കാണാൻ പോവാൻ പറ്റൂ? ഞാൻ അവര് വരണ്ടേ റെഡി ആവാൻ? കഴിഞ്ഞില്ലേ? എന്തുവാ, കൊറേ നേരം ആയല്ലോ, കഴിഞ്ഞില്ലേ ഇതുവരെ?
മുടിഞ്ഞാച്ചമ്മ. ആ എന്നാ വാ ഇങ്ങോട്ട്. മുടിഞ്ചാച്ചമ്മ. സരു. പൊളിച്ച്. അതങ്ങനെ പോയാലോ? എന്തോന്നാ ആന്റി ഇത്? ഇത്തിരി മെനക്കൊക്കെ സാരി ഉടുപ്പിച്ചൂടെ? നല്ല ഇല്ലയാ? ഇല്ല, നല്ലതല്ല. ഇത് പെർഫെക്റ്റ് ആയിട്ടില്ല. എന്റെ മനസ്സിലുള്ള ദേവി ഇങ്ങനെയല്ല. ആര് പറഞ്ഞു നന്നായിട്ടുണ്ട്? എന്നാ പിന്നെ അമ്മൂരി. അയ്യോ മക്കളെ, എനിക്ക് അടുക്കള ഒരുപാട് പണിയുണ്ട്. അത് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാലോ. കേശുവേ, എല്ലാവർക്കും ബിരിയാണി മേടിച്ചോണ്ടാ. പിന്നെ അറിയാലോ, അമ്മൂമ്മക്ക് വെജാണ്. ഓക്കെ, അമ്മൂമ്മക്ക് വെജ് പുലാവ്, ചേച്ചിക്ക് മട്ടൻ ബിരിയാണി. ഓ, എനിക്ക് മട്ടൻ ബിരിയാണി. നിനക്ക് മട്ടൻ ബിരിയാണിയാ? അത് പറ്റില്ല, നിനക്കിന്ന് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല. നീ ഇന്ന് ദേവിയാവാൻ പോവല്ലേ, നിനക്കിന്ന് വ്രതം. അതൊന്നും പറ്റത്തില്ല. പറ്റിലേക്ക് ഒരു കാര്യം ചെയ്, മക്കള് മത്സരിക്കണ്ട, വീട്ടിൽ കുത്തിരി. ആ പെറ്റി ഫസ്റ്റ് കൊണ്ട് പോട്ടെ. ഇല്ല, ഞാൻ മത്സരിക്കും. മത്സരിക്കും? ഞാൻ ഫസ്റ്റ് മേടിക്കും. മേടിക്കും? ഉറപ്പാണേ? നിനക്ക് വേണ്ടല്ലോ? വേണ്ട. എന്ത് വേണ്ടെന്ന്? ഇത് വേണ്ടെന്നാ? മട്ടൻ ബിരിയാണി വേണ്ടെന്നാ? മട്ടൻ ബിരിയാണി വേണ്ട. എനിക്ക് വയ്യ. ഞാൻ പോയി മേടിച്ചോണ്ട് വയ്യ. ചേച്ചി ഇട്ടോക്കെ. അമ്മൂമ്മയുടെ നിന്ന് മേടിച്ചോ? അമ്മൂമ്മ ഞാൻ തരാം, ഇട്ടുകൊടുക്കും. അമ്മൂമ്മ, ഈ സാരി ഒന്ന് റെഡിയാക്കി കൊടുക്ക്. ഇത് കണ്ട, ഇതൊക്കെ മടങ്ങി കിടക്ക. ഈ ഫ്ലീറ്റ് ശരിയാക്കണം. പിന്നെ ഇതില്ലേ, ഇത്രയും വീതിയുടെ ആവശ്യമില്ല, ചെറിയ രീതിയിൽ ഉടുപ്പിച്ചാ മതി. ചെല്ലു പാറു. ഇവളിനി സാരി കൊടുത്തിട്ട് മെനയാവാത്തതാണ്. ചേച്ചി ചെല്ലേ. ഇതൊക്കെ ദേവിയായിട്ട് പോയുള്ള അവസ്ഥ. ഇവരുടെ തുറന്നില്ലേ? കഴിഞ്ഞില്ലേ ഇത്? കഴിഞ്ഞു. ഞാൻ അറിയത്തില്ല, ഇത് എന്തോന്നത് ഇപ്പോഴാണ് റെഡിയാവണേ. ഞാൻ ദാ കടയിൽ പോയി ബിരിയാണി ഓർഡർ ചെയ്ത് അത് മേടിച്ച് പാഴ്സൽ ചെയ്ത് ഇത്ര നടന്നു വന്ന്. கேசு அழகா இருக்குல்ல, இது 3வது வாட்டி நாங்க உடுப்பிக்கிறோம். 3வது വട്ടം എന്ന് പറയുമ്പോ? ആദ്യത്തെ വാട്ടി ഉടുത്തോ, ലച്ചുക്ക് പിടിക്കല. 2வது വാട്ടി ഉടുത്തോ, അതും ലച്ചുക്ക് പിടിക്കല. ഇത് 3வது വാട്ടി. അമ്മ ഹെൽപ്പ് സെഞ്ചതിനാல ரொம்ப അഴകാ വന്നത്. ചേട്ടാ, ഇത് കൊള്ളാല്ലേ ഇത്? ചേച്ചി എന്തിനാണ് ഉദ്ദേശിക്കണേ? 2:30 പോണ്ടേ? അവിടെ ആരെ പുറത്ത് ഫോൺ വിളിച്ചോണ്ടിരിക്കണേ? அது யாருன்னெல்லாம் எனக்கு தெரியாது, ஆனா ரொம்ப சீரியஸான விஷயம். 2வது வாட்டி சாரி உடுத்துட்டு இருந்தப்போ எங்களை வந்து திட்டிட்டு போனாடா. எதுக்குன்னெல்லாம் தெரியல. അത്ര കിടപ്പോ? എടാ കേശുമോനെ, നീ ഒന്ന് നോക്കിയേ, നന്നായിട്ടില്ലേ? എങ്ങനെ ഉടുത്തിട്ടും ലച്ചുവിന് ഇഷ്ടപ്പെടുന്നില്ലടാ. ഇത് സത്യം പറഞ്ഞ എനിക്ക് അവൾ ആദ്യം ഉടുത്തൊരുങ്ങിയത് കണ്ടപ്പോളെ ഓക്കെ ആയിട്ട് തോന്നിയതാണ്. പിന്നെ ചേച്ചി എന്ന് പറഞ്ഞപ്പോ ഞാനും വിചാരിച്ച എന്തെങ്കിലും ചെറിയ പ്രശ്നം കാണുമെന്ന്. ഇതും കൊള്ളാം. ഞാൻ പറഞ്ഞല്ലേ എനിക്കൊന്നും കേക്കണ്ടെന്ന്. എന്ത്? നീ പറഞ്ഞ കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. ഹലോ 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 ഹലോ, കുറച്ചേരം ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കാൻ പറ്റുമോ? നിനക്കെന്ത് കേട്ട കുഴപ്പം? നീ കേട്ടിട്ടെന്നാ പോയാ മതി. ആറേ ചേച്ചിയുടെ ചെന്നിട്ടേ സാരി ഉടുത്തത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ഇപ്പോഴാണ് ചേച്ചി ഭയങ്കര കരിപ്പില. ഞാൻ പോയി ചോദിച്ചു കഴിഞ്ഞാലേ വലിച്ചു കയറും. പോയി ചോദിച്ചു. நான் எல்லாம் கேட்க மாட்டேன். அம்மா நீங்க போய் கேளுங்கம்மா. എനിക്കങ്ങും വയ്യ അവിടെ വായിരിക്കുന്ന കേൾക്കാന്. പാർക്കും പോയി ചോദിക്കാൻ ഭയങ്കര ഒരു കാര്യം ചെയ്യാം. ബിരിയാണി തണുത്തു വന്നിട്ട് ഫുഡ് കഴിക്കാം. ഒരു കാര്യം ചെയ്യാം, ആദ്യം നമുക്കിത് കഴിക്കാം, നമുക്ക് 4 പേർക്കും കഴിക്കാം. തന്നെയല്ല, മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ 2 ബിരിയാണി, ചിക്കൻ ബിരിയാണി, 2 വെജ് ബിരിയാണി, 1 മട്ടൻ ബിരിയാണി മേടിച്ചിട്ടുണ്ട്. ചേട്ടാ, എന്നെ ഇങ്ങനെ വെറുപ്പിക്കല്ലേ. അല്ല ചേട്ടാ, ഓ മട്ടൻ ബിരിയാണിനകത്തെ മട്ടൻ മാറ്റി വെച്ചിട്ട് റൈസ് ചെയ്യുന്ന കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഈ സാരി 100 രൂപ കൊണ്ടുവരും, കുഴപ്പമുണ്ടോ? എന്നാ പിന്നെ വേണ്ട. ചേട്ടാ, ഓ ശരിക്കും പറ, ഞാൻ സാരി ഉടുത്തത് എങ്ങനെയുണ്ട്? വിശക്കണം വേണ്ടേ? അത് ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അമ്മൂമ്മ എല്ലാം കൂടെ 1450 രൂപ ആയിട്ടുണ്ട് കേട്ടോ. 1450 രൂപയോ?
മനസ്സിലായോ? ആ പാഴ്സൽ ചാർജ് 1450 രൂപ. അതിലെന്തോ ഒരു പെശ ഉണ്ടല്ലോ. എന്തായാലും ഞാനല്ലേ സാരി കൊടുത്തു. നല്ല രസമുണ്ട്. ചേച്ചി ഇവിടെ ചേച്ചി നീ സാരി മര്യാദക്ക് വൃത്തിക്ക് കൊടുത്തില്ലേ? വൃത്തി കൊടുത്തല്ല ഇത് നേരത്തെ കൊടുത്ത പോലെ തന്നെ ഇരിപ്പുണ്ടല്ലോ. ചേച്ചി മാറ്റി കൊടുത്തായിരുന്നു. ഇത് ശരിയായിട്ടൊന്നുമില്ല. ഇതുണ്ട് ഇവിടെ മൊത്തം ഇങ്ങനെ ചുളുങ്ങി കിടക്കുക. ചേച്ചി ഇതപ്പോ ശരിയായാലും ശരി തന്നെ, ശരിയായില്ലെങ്കിൽ ശരി തന്നെ, ഇത് തന്നെ മതി. ഇനി ഈ സാരിയിൽ പണിഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാ കുറഞ്ഞത് 1/2 മണിക്കൂർ ഇങ്ങനെ തന്നെ അങ്ങ് പോവും. അറിയാല 3:15 അങ്ങ് പോവും, കഴിയും, പരിപാടി കഴിയും. എന്നും പറഞ്ഞ് ഇങ്ങനെ ഇത്രയും വൃത്തിയില്ലാതെ ഇവിടെ പരിപാടിക്ക് കയറ്റണോ? എടാ ഞാൻ ഈ കാര്യത്തിൽ കുറച്ച് പ്രൊഫഷണൽ ആണ്, മനസ്സിലായോ? ഉടായ്പ പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല. നിനക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ. കോളേജിൽ പഠിക്കുന്ന സമയത്തെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഓരോ കോമ്പറ്റീഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവല്ലോ. അപ്പൊ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കും. പക്ഷെ ലാസ്റ്റ് ഞാൻ വന്ന് ഒരു ഫൈനൽ ടച്ച് ചെയ്തതിന് ശേഷം മാത്രമേ എന്റെ ഫ്രണ്ട്സ് ഒക്കെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാറുള്ളൂ. ആ പെർഫോം ചെയ്തവരൊക്കെ ഫസ്റ്റ് കൊണ്ട് വന്നിട്ടും ഉണ്ട്. ചേച്ചി കോളേജിൽ ഏത് പരിപാടിക്കാ ഒരുക്കിയത്? കഥകളി. ചേച്ചി കളിച്ചോണ്ടിരിക്കണോ? സമയം പോണ്. ആ വാ റെഡിയാവ്. അല്ല ഇവിടെ വിഗ് അവിടെ. ഏത് wig? അല്ല മുടി കെട്ടണ്ടേ? പിന്നെ വിഗിനൊക്കെ പറഞ്ഞ എമൗണ്ട് കേട്ട തലറിഞ്ഞു വീഴും. ആ എന്നാ ഉള്ളത് വെച്ച് മതി. വാ നടക്ക്. പെട്ടെന്ന് വേണം. ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആ ആടായ സമയത്ത് യോ ടീച്ചർ. ഹലോ ടീച്ചറാ. പിന്നെ സെറ്റായി. അപ്പൊ ഭാരതാണ്ട് ഒരുങ്ങി എന്റെ ഫ്രണ്ട് ഇങ്ങനെ അല്ല ഇപ്പൊ അങ്ങോട്ട് പോയി. ആ നമ്മൾ ഇറങ്ങാൻ പോവാ. അപ്പൊ കാറ് വിളിച്ച്, അപ്പൊ അത് വരാനുള്ളൊരു താമസം, അത്രേ ഉള്ളൂ. ആ ഇപ്പൊ വരും. ആ പുള്ളി എന്താ ബ്ലോക്കിൽ പെട്ട് കിടക്കണേ. ആ ടീച്ചറെ പരിപാടി എങ്ങനെ പോയാലും 4 മണിക്ക് തുടങ്ങും. അവളെ ജസ്റ്റ് നമ്പർ ലാസ്റ്റ് അല്ലേ? ആ അങ്ങനെ ഒരു 5:45 6 മണിയാവുമല്ലോ ടീച്ചറെ. ആ അതിനും എത്തും. പിന്നെ സംഭവം ഇപ്പൊ എത്തും. 15 മിനിറ്റ്. ആ അതെ ടീച്ചറെ. ഇതാ ഇപ്പൊ എത്തി 5 മിനിറ്റ്. ശരി 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 ശരി. അയ്യോമേ ചേച്ചി ആ ടീച്ചറെ വിളിച്ചേ ആ പെട്ടെന്ന്. ആഹാ ഇതുവരെ ഇറങ്ങിയില്ലയോ? എത്ര നേരമായി കയറിയിട്ട്. എന്റെ ലച്ചു ഒന്ന് ഇറങ്ങുന്നില്ലേ? മതി. വരുന്ന 10 മിനിറ്റ്. ഈ 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കുറെ ആയല്ലോ. വരാം. ചേച്ചി ഇതെന്തൊരു നട തുറക്കണല്ലേ? വരാന്ന്. ടീച്ചർ വിളിച്ചെന്ന് അവിടെ പരിപാടി തുടങ്ങി. ആ അത് പ്രസംഗമായിരിക്കും. പ്രസംഗമില്ലെന്ന് ഫാൻസി ഡ്രസ് തുടങ്ങി. എന്നൊരു കാര്യം ചെയ്യും, മക്കള് സ്റ്റേജിൽ കയറിയിട്ട് ഇളിച്ചു കാണി. அம்மா இந்த லெச்சுக்கு திருப்தி வரணும்னா ரொம்ப கஷ்டம்தான் அம்மா. അവൾ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ ആ തൃപ്തിയാവാതെ അവള് പിന്നോട്ട് പോകത്തില്ല. ഇങ്ങനെ തൃപ്തി ആയിക്കൊണ്ടിരുന്ന നന്നായിരിക്കും. എനിക്കറിഞ്ഞു ആടാ ഈ സമയത്തോടെ അവളുടെ ടീച്ചർ ഇപ്പൊ എത്ര തവണയാണെന്ന് വിളിക്കുന്നത് അറിയൂ? നീ എടുക്ക്. എന്ത് പറയാ എടുത്തിട്ട്? ഹലോ ടീച്ചറെ. അയ്യോ ടീച്ചർ നമ്മൾ വേണ്ട ഇറങ്ങി. അങ്ങനല്ല, ഇറങ്ങിയിട്ട് വണ്ടിയിൽ കയറിയപ്പം വണ്ടി എൻജിൻ ഫെയിലിയർ. അതാ ഇപ്പം അടിച്ചെടുക്കും. ചേട്ടാ ഇപ്പൊ റെഡി ആവൂലേ? ആ റെഡിയാവും. ആ അതാ എത്തി തുടങ്ങിയല്ലേ ഉള്ളൂ. 24-ാമത്തെ അല്ലേ? 8-ാമത്തെ ആയ? ആ എത്തി ടീച്ചറെ. ആ കറക്റ്റ് 24 വിളിക്കുമ്പോ പാർവതി കേറും. ഓക്കെ എപ്പോ കേറും? ചേച്ചി അവിടെ 8-ാമത്തെ ചെസ്റ്റ് നമ്പർ വിളിച്ചേ. 8-ാമത്തെ ചെസ്റ്റ് നമ്പർ ഫാൻസി ഡ്രസ്സിന് അവിടെ സ്റ്റേജിൽ കേറിന്ന്. சீக்கிரம் வா லெச்சு. ചേച്ചി 5 മിനിറ്റ് പറഞ്ഞപ്പോ 50 മിനിറ്റ് അടിച്ചാ പൊളിക്കണ്ട. റെഡി ആവാൻ സമ്മതിക്കൂലേ? ഫസ്റ്റ് പ്രൈസ് അടിക്കണ്ടേ? ഇപ്പൊ റെഡി ആയല്ല? അത്ര മതി.
വാ. നീ എവിടെ? പാറുവേ, ഇറങ്ങി വാ. പാറുവേ, മക്കളെ നമുക്ക് പോവാം. ഞാൻ എന്താ വണ്ടി വിളിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഒരു ഫൈനൽ ടച്ചിന്റെ കൂടെ ആവശ്യമുണ്ട്. പാറൊന്ന് വന്നേ. ചേച്ചി സമയമില്ല, സമയമായി. അവിടെ ടീച്ചറെ അടുത്ത് വിളിച്ചോണ്ടിരിക്കണ്. 8 ആയോളൂ. 24 വരെ സമയമുണ്ടല്ലോ. 8 16 അത് കഴിഞ്ഞ് 24 എത്തി. ഓ, ഒറ്റൊരു മിനിറ്റ്. പാറ ഒന്ന് വന്നു. டே அவ ரொம்ப அழகா இருக்கால, அதனால அவளுக்கு தானே ஃபர்ஸ்ட் பிரைஸ். കണ്ടിട്ട് ദേവിയെ പോലെ തോന്നുന്നു. വിളിക്കണ്. ലച്ചു വാ. പോവാം. സൂപ്പർ. അയ്യോ എടാ, ഒറ്റൊരു മിനിറ്റും കൂടെ, ഒന്നും കൂടെ ശരിയാക്കാട്. ഒറ്റൊരു മിനിറ്റ്. എടുക്കൂല. എടുക്കടാ. എടുത്തോണ്ട് ഞാൻ എന്താ പറയാനാ? അവിടെ എത്താറായെന്ന് പറ. ഇതന്നെ ഞാൻ കുറെ നേരോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇനി ഞാൻ അതന്നെ പറഞ്ഞ അവരെല്ലാം വെള്ളം വിളിച്ച് പറയും. എന്റെ ലച്ചു ഒന്ന് ഇറങ്ങി വാ. വരുന്നു. ഇതുവരെ ഇറങ്ങിയിട്ടില്ലടാ. ദേ ഇരുട്ട് വീഴാൻ തുടങ്ങി. ഒന്ന് വിളിക്കടാ നീ. ആരെ വിളിക്ക്? ലച്ചുനെ. എവരിത് എന്തിനു വിളിച്ചോണ്ടിരിക്കണം? 1/4 മണിക്കൂർ നിർത്താൻ വിളിച്ചോണ്ടിരിക്കണേ. വേറെ വേലയൊന്നും ഇല്ല ഇവർക്ക്. ആര്? ആ ടീച്ചർ പാറുവിന്റെ. നീ എടുത്തിട്ട് സ്കൂളിന്റെ അടുത്തായെന്ന് പറ. എന്റെ പൊന്നമ്മൂമ്മക്ക് എന്നോട് വല്ല വൈരാഗ്യം വല്ലതും ഉണ്ടോ? ഉണ്ടേ ഇപ്പൊ നമുക്ക് പറഞ്ഞു തീർക്കാം. എന്ത് എന്തെങ്കിലും ദ്രോഹിക്കണ എന്തിനു പിന്നെ? പിന്നെ എന്തോ പറയും? ഞാൻ ഒന്നും പറയില്ല. ഞാൻ എടുക്കണില്ല. പ്രശ്നം കഴിഞ്ഞില്ല. നീ ലച്ചുനെ ഒന്നോടെ വിളി. ലച്ചേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മച്ചാ, ഞാൻ പാത്തോട്ട് കയറി വന്നാ ഇടിച്ചാ പൊളിക്ക് ഞാൻ ആക്കാത്തത്. കഴിഞ്ഞു. നീ വണ്ടി വിളിച്ചില്ലേ? നീ മലപ്പുറം കൊച്ചിനെ ലേറ്റ് ആക്കാൻ വേണ്ടി നോക്കുവാണോടാ? കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. ഉറപ്പാണോ? ഉറപ്പ്. பாரு, இன்னைக்கு உனக்கு தான் ஃபர்ஸ்ட் பிரைஸ். ഇന്ന് ബെറ്റിനെ ഞാൻ മറന്നെടുക്കും. അത്ര അതാണ് സ്പിരിറ്റ്. ടീച്ചർ വിളിക്കണ്. എടുക്ക്. ടീച്ചറെ, ഇവിടെ എല്ലാം സെറ്റ്. നമ്മളെ കൊച്ചു റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ദാണ്ട് ഇറങ്ങി. അല്ല, എത്തി കഴിഞ്ഞു. അത് കുറച്ച് ലേറ്റ് ആയിപ്പോയി ടീച്ചറെ. ഫോൺ എടുക്കായിരുന്നത് ഇവിടെ കുറച്ച് തിരക്കായിപ്പോയി. ഫോൺ പെട്ടെന്ന് കണ്ടില്ല. ഫോണ് കട്ടിലടിയിലായി പോയി. അതുകൊണ്ടാ നമ്മൾ എത്തി ടീച്ചറെ. കൊച്ചു സെറ്റ്. ഓ, അയച്ചോളൂ ടീച്ചർ. താങ്ക് യു. ഓ, വരുമ്പോ കാണാം. ചേട്ടാ വാ. എങ്ങോട്ടാ? കോമ്പറ്റീഷന്. കോമ്പറ്റീഷൻ അതൊക്കെ എപ്പോഴും അവിടെ കഴിഞ്ഞ്. അതിന്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടന്നോണ്ടിരിക്കുന്നു അവിടെ. കോമ്പറ്റീഷൻ എത്ര പിള്ളേരുണ്ടായിരുന്നേ? 24. നീ അടക്കം 14 പിള്ളേർ അതിന് പോയില്ല. ആബ്സെന്റ് 10 പിള്ളേരെ ഉള്ളായിരുന്നു. പരിപാടി കഴിഞ്ഞ് 1/2 മണിക്കൂർ മുമ്പേ. ആറുമോളെ, നിന്റെ ആ ബെറ്റിക്കുട്ടി ഉണ്ടല്ലോ, അവള് ഫസ്റ്റ് പ്രൈസ് മേടിച്ചോണ്ട് വിളിച്ചോണ്ടിരിക്കണ ഫോട്ടോ അയച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് നിന്റെ ടീച്ചർ. അത് ദേവി, അടുത്ത ഓണത്തിന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് മാവേലിയുടെ വേഷം കെട്ടിയിട്ട് ബെറ്റിനെ വളർത്തിയെടുക്കാം. അതെങ്ങനെയുണ്ട് ചേച്ചി? അയ്യോ,